100 മേനിയാണ് ചെറിയമ്പ്ര. ആ കൈ കൊണ്ട് വിത്തെറിഞ്ഞെന്റെ കൈപ്പുണ്യാണ്. നമ്മടെ അധ്വാനത്തിന്റെ ഫലം എന്ന് പറ വേലുമൂത്താരെ അല്ലടാ. അന്നാ തുടങ്ങട്ടെ. ആദിയില്ലല്ലോ ഒലന്തമില്ലല്ലോ കൊല്ലക്കാലം പോയ യുഗത്തിൽ. ആദിയില്ലല്ലോ ഒലന്തമില്ലല്ലോ കൊല്ലക്കാലം പോയ യുഗത്തിൽ. ഒച്ചയില്ലല്ലോ ഓലോശയില്ലല്ലോ കൊല്ലക്കാലം പോയ യുഗത്തിൽ. ഒച്ചയില്ലല്ലോ ഓലോശയില്ലല്ലോ കൊല്ലക്കാലം പോയ യുഗത്തിൽ. പെണ്ണു വന്നേ ഒരു ഞാറുന്നട്ടേ കൊല്ലക്കാലം പോയ യുഗത്തിൽ. പെണ്ണു വന്നേ ഒരു ഞാറുന്നട്ടേ കൊല്ലക്കാലം പോയ യുഗത്തിൽ. അയ്യോ തൊപ്പിയില്ലല്ലോ ഒരു ജോലിയില്ലല്ലോ ഉലക്കാലം പോയി യുഗത്തിൽ. തൊപ്പിയില്ലല്ലോ ഒരു ജോലിയില്ലല്ലോ ഉലക്കാലം പോയി യുഗത്തിൽ. തൊപ്പിക്കളാ കേറി വാടാ. മഹിയേട്ടനില്ല ഇടപെടരുത്. എന്റെ തൊപ്പിലാടാ. നിങ്ങൾ പണിയെടുത്തോ, ഇത് ഞാൻ നോക്കിയോളാം. തൊപ്പിയില്ലല്ലോ ഒരു ജോലിയില്ലല്ലോ ഉലക്കാലം പോയി യുഗത്തിൽ. നിന്നെ ഞാനിന്ന് കൊല്ലും. എന്റെ ജാതകത്തിലുണ്ട് ഒരു കള്ളനെ കൊന്ന് കോടതി കയറുന്നു. എന്റെ ജാതകത്തിലുണ്ട് ഒരു മന്ദബുദ്ധി പോലീസുകാരന്റെ തല്ലുകൊണ്ട് ഞാൻ ചാവില്ലെന്ന്. ഇതിനു മുമ്പ് എന്റെ 2 തൊപ്പി നീ കട്ടെടുത്തിട്ടില്ല. അതെ, എടുത്തതല്ല. തന്റെ ഒരു തൊപ്പി നമ്മുടെ ഡ്രൈ ക്ലീനിങ് ദാശായനയുടെ വീടിന്റെ ഇടവഴിയിൽ നിന്ന് കിട്ടി. മറ്റേ തൊപ്പി പുഴക്കരയിലെ കള്ളുഷാപ്പിന്റെ ബെഞ്ചിന്റെ അടിയിൽ നിന്ന് കിട്ടി. പിന്നെ ഈ തൊപ്പി മതി പറയല്ലേ. എന്താ മാധവ അത്? ഒരു പോലീസുകാരൻ പോകാൻ പാടുള്ള സ്ഥലത്തൊക്കെയാണ് താൻ പോകുന്നത്. അയ്യേ, വളരെ മോശം. ഇല്ല മഹേട്ടാ, ഇവൻ കള്ളം പറയാ, പച്ച കള്ളം. അതെ മഹേട്ടാ, ഇയാള് പച്ച കള്ളടിച്ചിട്ടാണ് ഈ തൊപ്പി ബെഞ്ചിന്റെ അടിയിൽ മറന്നു വെച്ചത്. താൻ ഈ തൊപ്പി യൂണിഫോം തട്ടിയെടുത്തല്ലോ. അച്ഛൻ മരണക്കരക്ക് കിടന്ന് പറഞ്ഞതാ, മോനെ നിന്റെ അച്ഛൻ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കടാന്ന്. എന്നാൽ ആ ജോലി എനിക്ക് കിട്ടുള്ളൂ. അച്ഛൻ മരിച്ചപ്പോ താൻ എന്ത് ചെയ്തേ? താൻ ഏക മകനാന്ന് പറഞ്ഞ ജോലി തട്ടിയെടുത്തില്ലേ? അയ്യേ, അച്ഛന്റെ ഒഫീഷ്യൽ മോൻ ഞാനാ. അതിന്റെ തെളിവായി യൂണിഫോം. ഇത് ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാ. അപ്പൊ പാരമ്പര്യമായിട്ട് ഈ തൊപ്പി എന്റെ തലയിലിരിക്കട്ടെ, ബാക്കിയുള്ളത് താൻ എടുത്തോ. എന്റെ മാധവ, നിനക്ക് എന്നോട് മര്യാദയ്ക്ക് ചോദിച്ചാ പോരെ? ഞാനൊരു പോലീസുകാരനല്ലേ മഹിയേട്ടാ, പിന്നെ എങ്ങനെയാ മര്യാദയ്ക്ക് സംസാരിക്കുക? പിടിച്ചു നിൽക്കാൻ വേണ്ടി ഞാൻ ടഫായതാ. ലക്ഷ്മണ, ആ തൊപ്പി കൊടുക്ക്. ഇത് ഞാൻ കൊടുക്കില്ല മഹിയേട്ടാ. കൊടുക്കടാ. മഹിയേട്ടൻ പറഞ്ഞതിന്റെ പേരിൽ കൊടുക്കാം. എന്തായാലും എന്നെ കൊണ്ട് പോലീസുകാരനാവാൻ പറ്റില്ല. പക്ഷെ പോലീസുകാരൻ്റെ ഒരു സെലൂട്ട് കിട്ടിയാൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒരു സെലൂട്ട് തരണെങ്കിൽ ഈ തൊപ്പി ഞാൻ തരാം. നിന്നെ ഞാൻ സെലൂട്ട് ചെയ്യേ? അല്ലെങ്കിൽ തൊപ്പി ഒന്ന് ചെയ്തേക്ക് മാധവ. രാഷ്ട്രീയക്കാരെ സെലൂട്ട് ചെയ്യുന്നില്ലേ? അതിലും ഭേദമല്ലേ സ്വന്തം അഞ്ചനല്ലേ? ചെയ്യാ, പക്ഷെ എന്റെ തൊപ്പി തരുമെന്ന് എന്താ ഉറപ്പ്? ഒരു സെലൂട്ട് തരാണെങ്കിൽ എന്റെ അമ്മയാണ് സത്യം, ഈ തൊപ്പി ഞാൻ തരാം. ഞാൻ വിശ്വസിക്കില്ല. മഹിയേട്ടൻ പറഞ്ഞാൽ എന്റെ വാക്ക്. പഴയ ചാക്കും. ഒരു സല്യൂട്ട് കൊടുത്തേ. ഇങ്ങനെയല്ല, കാല് പൊക്കിയടി. ഓക്കെ ലക്ഷ്മണ, തൊപ്പി കൊടുത്തേ. ഇനി തൊപ്പി തരാം. അപ്പൂപ്പന് അറിയുന്നുണ്ടാവോ ഞാനിപ്പോ എവിടെയാണെന്ന്? ഏതെങ്കിലും ലോകത്തുനിന്ന് അപ്പൂപ്പൻ കാണുന്നുണ്ടോ എന്നെ? ഈ വീട്ടിലെല്ലാവർക്കും എന്നോട് സ്നേഹം. ഇപ്പൊ എനിക്ക് സന്തോഷാണോ സങ്കടാണോ ചോദിച്ചാ എനിക്കറിയില്ല. ഒന്ന് വേഗം ഉറങ്ങും മുത്തശ്ശി, എനിക്ക് ഉറക്കം വരണോ. തിരുമ്മ നീയേ. എന്താ കുട്ടി, ഉറങ്ങിയില്ലേ? ആ മുറിയില്
ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാവുന്നു. പരിചയമില്ലാത്ത സ്ഥലല്ലേ, അതുകൊണ്ടാവും. ഇവിടെ കിടന്നോളൂ. ബാമേ, ഒരു കോസരി ഇവിടെ വിരിച്ചു കൊടുക്കൂ കുട്ടിക്ക്. ഓ, ഇള്ള കുട്ടിയല്ലേ, ഒറ്റയ്ക്ക് കിടന്ന പേടിക്കാൻ. നാമം ജപിച്ച് കണ്ണടച്ച് കിടന്നാ മതി, ഉറക്കം വരും. ഓ, നീ അധികം പറയണ്ട. നീ എന്നോട്ട് എന്റെ അടുത്തുനിന്ന് മാറിക്കിടന്നു തുടങ്ങിയത്. പേടിയില്ലാത്ത ഒരാള് മാത്രോ വയസ്സറിയിക്കണേന്റെ തലേന്ന് വരെ കിടക്കയില് മുള്ളി എന്നെ മൂത്രത്തില് കുളിപ്പിച്ചിട്ടുള്ള ആളാ. മുത്തശ്ശി എനിക്കല്ലേ? അപ്പോഴേക്കും പിണങ്ങി. എന്റെ കാലൊന്ന് തിരുമു കുട്ടിയേ. എനിക്ക് വയ്യ. മുത്തശ്ശിയുടെ ഇള്ളക്കുട്ടിയോട് പറ തിരുമ്മി തരാൻ. ഓ, എന്താ മൂപ്പിലമ്മയ്ക്കൊരു കോപം? പണ്ട് കിടക്കയില് മുള്ളിരുന്ന കാര്യം ഈ കുട്ടിയോടൊന്ന് പറഞ്ഞുപോയി. അതന്നെ. അത്ര ഉള്ളോ? അത് ഇടയ്ക്കിടയ്ക്ക് അവൾ ഇപ്പോഴും ചെയ്യുന്നതല്ലേ? മോൾ ഉറങ്ങിയില്ല ഇതുവരെ? ഞാനൊരു ദുസ്വപ്നം കണ്ടു. ആ സുബ്രഹ്മണ്യം. അതും ഇതൊക്കെ ആലോചിച്ച് കിടന്നിട്ടാവും. ഈ മുറിയിൽ കിടന്നോളൂ, ദുസ്വപ്നം ഒന്നും കാണില്ല. മുത്തശ്ശിയുടെ മുറിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ആരും കുട്ടിയെ പിടിക്കാൻ ഇവിടെ വരില്ല. വന്നാലും ഞങ്ങൾ ആരും കുട്ടിയെ വിട്ടുകൊടുക്കുകയില്ല, ആർക്കും. പോരെ, പ്രാർത്ഥിച്ചു കിടന്നോളൂ. അതെ, എന്റെ സ്വഭാവം കുട്ടിക്ക് ശരിക്കും അറിയില്ല കേട്ടോ. ചീത്തയാ, മഹാ ചീത്തയാ ഞാൻ. എന്താ പമ്മച്ചി? ഒന്നും അറിയില്ലല്ലേ? കുട്ടിയല്ലേ ആ പിള്ളേരോട് ഓരോ തോന്നിയാസം പറഞ്ഞു കൊടുത്തത്? എന്താ ചേച്ചി? എനിക്ക് മനസ്സിലായില്ല. എന്റെ മുന്നിൽ വേണ്ട കേട്ടോ ഈ പൊട്ടങ്ങളി. എന്താ എന്താ പ്രശ്നം? അറിയില്ല. ബാമേച്ചി എന്തോ. എന്താടി? ഈ കുട്ടി ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ട് പിള്ളേരൊക്കെ എന്നെ കളിയാക്കണു. എന്താ പറഞ്ഞു കൊടുത്ത്? അത് എന്താ അത് അവറ്റുള്ള എന്നെ കേം വിളിക്കണു. ഓ, കേയം. കിടക്കയില് മുള്ളി. നല്ല പേരല്ലേ കേയം. ഇനി മുതൽ നമുക്ക് അങ്ങനെ വിളിച്ചാലോ? മഹേട്ടാ, എടി പോത്തിന്റെ മോളെ, അത് വേണിയല്ല, ലക്ഷ്മണ പറഞ്ഞു കൊടുത്തത്. ഇന്നലെ മുത്തശ്ശി പറയുമ്പോ തളത്തിൽ അവനും ഉണ്ടായിരുന്നു. ആഹാ, ആ. അവനെ ഞാൻ കാണിച്ചു കൊടുക്കണ്ട്. ലക്ഷ്മണല്ല, ഞാനാ പറഞ്ഞു കൊടുത്തത്. പാവം. എന്തിനാ മയ്യേട്ടാ? ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്ന ലക്ഷ്മണവധം ബാലെ കാണുവാൻ കുട്ടിയെ ഞാൻ ആർത്തവുമായി ക്ഷണിച്ചുകൊള്ളുന്നു. ലക്ഷ്മണ, നീ അല്ലേ ആ കുട്ടികളോട് പറഞ്ഞു കൊടുത്തത്? എന്താ ചേ? ആ തലവരച്ച കുട്ടികൾ എന്നെ കളിയാക്കോ. കളിയാക്കേ? എന്തിന്? നിനക്കറിയില്ലേ അല്ലേ? എന്താ കാര്യം? മൂത്രമൊഴിച്ച കാര്യം. അത് ഞാനാ പറഞ്ഞേ. ആഹാ, കാണിച്ചു തരാം ഞാൻ. ഉണ്ണാൻ കൈ കഴുകി അങ്ങോട്ട് വാ. ഒരു ഭാഗം തരില്ല നിനക്ക്. ചേച്ചി, ഞാൻ ആ കുട്ടികളോട് പറഞ്ഞത് ചേച്ചി ഇന്നലെ എന്നോട് ദേഷ്യപ്പെടണേ. ഞാനൊരു നല്ല കാര്യമില്ലേ പറഞ്ഞേ? ഈ ബാമേച്ചിക്ക് ഇതെന്താ പറ്റിയ? എന്താടാ പ്രശ്നം? മഹേട്ടാ, ഒരു ആവശ്യമില്ലാണ്ട് ബാമേച്ചി എന്നോട് ചൂടാവാ. ഞാൻ ആ കുട്ടികളോട് വേലിയുടെ അപ്പുറത്ത് മൂത്രയിക്കായിരുന്നു പറഞ്ഞു. അതിനെന്താ ചേച്ചി എന്നോട് ചൂടാവണേ? എടാ, ബാമ ചെറുപ്പത്തിൽ കിടക്കയില് മുള്ളിയ കാര്യം ആ പിള്ളേരെ എങ്ങനെയോ അറിഞ്ഞവളെ കളിയാക്കി. അത് നീ പറഞ്ഞു കൊടുത്തതാണോന്ന് അവള് ചോദിക്കുന്നത്. അതാണോ? അയ്യോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഉണ്ടായി. ഞാൻ അറിഞ്ഞില്ല. ചേച്ചി, ബാമേച്ചി, എന്തോ ചീൽത്തു പോണ്. അയ്യോ, ഇങ്ങനെ ഒരു മൂത്രം ഉണ്ട്. ബാമേച്ചി, ബാമേച്ചി, ചേച്ചി കിടക്കയിലും മുള്ളി കേസ് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ ആ കുട്ടികളോട് വേലിയുടെ അപ്പുറത്ത് മൂത്രം ഒഴിക്കാനുള്ള കാര്യം പറഞ്ഞേ. വേണ്ട, ഇപ്പൊ ഇനി കള്ളക്കഥ ഉണ്ടാക്കണ്ട. നീ പറയും, നീ അങ്ങോട്ടാ. ചേച്ചി, ചേച്ചിയാണോ സത്യം? ചേച്ചി ബെഡിൽ യൂറിൻ പാസ് ചെയ്ത കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞാണ് സത്യം. ബാമേച്ചി, ഇതിൽ ആരോ കള്ളക്കളി കളിച്ചിട്ടുണ്ട്. എന്താ പ്രശ്നം? കുഞ്ഞപ്പേണ്ട അമ്മയ്ക്ക് വയറുവാൻ എന്തിയെ? തന്നോട് ആരെങ്കിലും കെട്ടിയെടുക്കാൻ പറഞ്ഞേ? ഈ വീട്ടിലേക്ക് എപ്പോഴും കയറി വരാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടടാ ചെറ്റേ. ഓടാ എരപ്പേ. ഇവിടെ പ്രധാനപ്പെട്ട യൂറിൻ പ്രശ്നം ചർച്ച ചെയ്തോണ്ടിരിക്കുമ്പോഴാ. അല്ലെങ്കിൽ ഈ പോലീസുകാർ ഇങ്ങനെയാ. എവിടെ വരണോ അവിടെ എല്ലാം കഴിയുമ്പോ എത്തും. എവിടെ വരണ്ടോ അവിടെ എല്ലാത്തിനും മുമ്പ് എത്തും. പോലീസുകാരനെ തൊട്ട് കളിക്കല്ലേ. കേരള പോലീസ് ആരാണെന്ന് ഇന്ന് നീ വിവരം അറിയും. ഇന്ന് രണ്ടും കൽപ്പിച്ചാ ഞാൻ വന്നിരിക്കുന്നത്. എടാ, എന്റെ തൊപ്പിയാടാ. അത് ഇത്രളായിട്ട് കിട്ടിയില്ലേ? തൊപ്പിയില്ലല്ലോ, ഒരു ജോലിയില്ലല്ലോ, പുലക്കാലം പോയി. കിട്ടൂടാ, ഇന്ന് കിട്ടും. ബാമേച്ച് നോക്കിക്കോ, ഇന്ന് ഞാൻ ഇവനെ കൊല്ലും. എന്റെ അച്ഛനും അച്ഛന്റെ അച്ഛനൊക്കെ ഈ വീട്ടിലെ ഉപ്പും ചോറും തിന്ന് വളർന്നതായതുകൊണ്ട് ഈ മുറ്റത്ത് ഞാൻ ചോര വീഴ്ത്തുന്നില്ല. ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തേക്ക് വാടാ ചെത്തെ. അവിടെ വെച്ച് കാണിച്ചു തരാം. പ്രശ്നം ബാമേച്ചി, എന്താ ബാമേച്ചി യൂറിൻ പ്രശ്നം? ഒന്നുമില്ല, മാതം പോ. അങ്ങനെ പോകാൻ പറ്റുമോ? ഞാൻ വേണമെങ്കിൽ ഐജിയെ വിളിക്കാം. മൂത്രത്തിൽ കല്ല് ഞങ്ങൾ അതുകൊണ്ട് കെട്ടിടാൻ പണിയാൻ പോവാ. പോയി പണി നോക്കണോ? നീ പോടാ. നിങ്ങൾ തമ്മിൽ എന്തിനാ പ്രശ്നം? പ്രശ്നം വേറെയാ. ബാമ കിടക്കയിൽ മൂത്രം ഒഴിച്ചതാ പ്രശ്നം. ബാമേച്ചി കിടക്കയിൽ മൂത്രം ഒഴിച്ചു, ഇനിയും ഒഴിക്കും. കിടന്നുറങ്ങുമ്പോൾ കിടക്കയിലല്ലേ മൂത്രം ഒഴിക്കാൻ പറ്റൂ? അല്ലാതെ മൂത്രം ഒഴിക്കാൻ വേണ്ടി ബാത്റൂം പോയി കിടന്നുറങ്ങാൻ പറ്റുമോ? ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്ത ചെറ്റെ. എന്നിട്ട് നാട് മുഴുവൻ പറഞ്ഞെടുക്കാം. ഞാൻ എന്ത് പറഞ്ഞു? താനീ പറഞ്ഞ താനല്ലേ പറഞ്ഞ ബാമേച്ചി
കിടക്കയിൽ മൂത്രമൊഴിച്ചു വല്ല കിടക്കയില് മൂത്രമൊഴിക്കണേന് മരുന്നുണ്ട്. ആടലോടകത്തിന്റെ അല്ല, ചിറ്റാമൃത വള്ളി, ഉറുന്തോട്ടി വേര്, ഇല്ലം കെട്ടിയല, 2 മണി കടുകും 2 ചുവന്നുള്ളി ഇവ സമം ചേർത്ത് അരച്ച് ഉരുട്ടിയെടുത്ത് എരുമനെയ്യിൽ മേമ്പൊടി ചേർത്ത് കഴിച്ച മൂത്രം ബ്രേക്ക് ഇട്ട പോലെ അവിടെ നിൽക്കും. പിന്നെ മുള്ളണെങ്കിൽ അന്നോടി ചോദിക്കണം. ആരും മൂത്രമൊഴിച്ച കേസ പറയണേ. ഇവിടത്തെ ബാമക്കുട്ടി എന്താ ബാമക്കുട്ടി മൂത്രമൊഴിച്ചാൽ നിനക്കെന്താ? എല്ലാരും മരുന്നുണ്ടേ. നീ എന്താ പോസ്റ്റ്മാനോ അതോ വൈദ്യരോ? പോശ്വരാ. ഇത്രയും വലിയ പോലീസുകാരൻ ഈ കേസ് അന്വേഷിച്ചില്ല. പിന്നെ നീ ആരാണ് അന്വേഷിക്കാൻ? എന്നാ കവറിലാക്കി കൊടുക്കാൻ മൂത്രം നിൽക്കാനുള്ള മരുന്ന് എടുക്കും. ഇത് കൊണ്ടുപോരുത്. പോസ്റ്റ്മാനോ അല്ല. മൂത്രത്തിന് മരുന്ന് കൊണ്ടുവന്ന ഒരുത്തൻ. ഇവൻ ആര്? ദന്ത ഡോക്ടറോ? എന്റെ തൊപ്പി എവിടാ? എന്റെ തൊപ്പി എവിടെ? അതൊപ്പിയില്ലല്ലോ, ഒരു ജോലിയില്ലല്ലോ, പുലക്കാലം പോയ യുഗത്തിൽ. കോമ്പൗണ്ടിന്റെ പുറത്തുനിന്ന് കാണാടാ. മഹേഷിന് എവിടെ പോയേ? ഉച്ചയ്ക്ക് ഉണ്ണാനും വന്നില്ലല്ലോ. ഒന്ന് തൃശ്ശൂർ വരെ പോണ്ടി വന്നു. മുമ്പൊക്കെ എവിടെ പോകുമ്പോഴും എന്നോട് പറയായിരുന്നു. ഈയിടെയായിട്ട് മഹേഷിന് ഒരു മാറ്റമൊക്കെ കാണുന്നുണ്ട്. ഞാനൊന്നും പറഞ്ഞില്ല മഹിയേട്ടോ. ഇതെന്താ കയ്യില്? ഇന്ന ആ കുട്ടി എവിടെ? വേണി കിട്ടിയോ? ഇല്ല. ലഡു എന്ന് പറഞ്ഞ എനിക്ക് പിന്നെ ഒന്നും വേണ്ട. ഭാമയുടെ കയ്യില് ഭരണായേ പിന്നെ മധുരം കാണാൻ കിട്ടാണ്ടായി. ദേ കിട്ടി. ആ, ബാമേച്ചി അറിഞ്ഞ എന്നെ വഴക്ക് പറയാ. മുത്തശ്ശന് മധുരം തീരെ പാടില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ? മൂത്രത്തില് പാടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ, കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. കള്ളനെ കയ്യോടെ പിടികൂടി ലഡ്ഡു കെട്ടു തന്നെയായിരുന്നു ഇവളെയും കൂട്ടുപിടിച്ച്. തുപ്പ് 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 തുപ്പ്. ഇങ്ങോട്ട് താ. മുത്തശ്ശൻ കാണാണ്ടിരിക്കാൻ മുറത്തിന്റെ പുറയിൽ ഒളിച്ചു വെച്ചതാ ഞാൻ. ഈ കുട്ടിക്ക് വല്ല കാര്യമുണ്ടോ? അത് ശരിയാണല്ലോ. നിന്നോടാരാ മുത്തശ്ശൻ ലഡ്ഡു എടുത്തു കൊടുക്കാൻ പറഞ്ഞത്? അത് മുത്തശ്ശൻ പറഞ്ഞപ്പോ. മുത്തശ്ശൻ പറഞ്ഞപ്പോ ദേ അധികം വെളച്ചിലെടുത്താലുണ്ടല്ലോ ആട്ടിച്ചനെ ചെവി കുറ്റിയാൻ പൊളിക്കും. പെൺകുട്ടികളായ അടങ്ങി ഒതുങ്ങി ഒരു ഭാഗത്തിരുന്നോണം. തപാമയെ കണ്ടുപഠിക്ക്. മതിയോ? അയ്യടാ പോര് പോര്. കുട്ടി വിഷമിക്കണ്ട കേട്ടോ. ഞാൻ ഇവക്കൊട്ടൊരു പണി കൊടുത്തതല്ലേ. മോള് ചെയ്താ ശരി. മുതിർന്നവര് പറഞ്ഞാൽ അതനുസരിക്കുക. അത് എന്തായാലും. അല്ലാണ്ട് ഇവിടെ പോലെ ധിക്കരിക്കുകയല്ല വേണ്ടത്. എന്താ മുത്തശ്ശ? പിന്നെ അല്ലാണ്ട് അല്ലാണ്ട് ഇവിടെ പടി. ഇത് നിന്റെ കൈ കൊണ്ട് അവക്ക് കൊടുത്തേ. ഇതെന്താ മഹി? ഇവക്ക് കുറച്ച് ഡ്രസ്സുകളാ മുത്തശ്ശി. ഇനി ഇതൊക്കെ നമ്മൾ വേണ്ട ഇവൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ. കൊടുക്കടി. ഇഷ്ടപ്പെട്ട് വാങ്ങിയതല്ലേ, സ്വയം അങ്ങോട്ട് കൊടുത്താ മതി. ദാ. വേണ്ട, കരിയിലും പുകയിലും കഴിയണ വാലിക്കരി തൊടണ്ട. നിവൃത്തിയില്ലല്ലോ. ഈ വാലിക്കാരിയല്ലേ ഞാൻ കെട്ടാൻ പോണത്. ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. വേണ്ടെന്ന് വെക്ക, ഇനിയുണ്ട് സമയം. ആ അതിപ്പോ എങ്ങനെയാ? എല്ലാരും കൂടെ പറഞ്ഞു ഉറപ്പിച്ചു പോയില്ലേ? അതെ, അത്രേ ഉള്ളു മഹേട്ടിന്. പറഞ്ഞുറപ്പിച്ചതിന്റെ പേരില് ഇഷ്ടമില്ലാച്ചിട്ടും സഹിക്കന്നെ അല്ലേ? അല്ലാണ്ട് ഒരിത്തിരി ഇഷ്ടം എന്നോട് ഉണ്ടായിട്ടല്ല. വേണ്ട മഹേട്ട, എല്ലാം കൊണ്ട് എന്നെക്കാളും ചേർന്ന ഒരു കുട്ടിയെ മഹേട്ടിന് കിട്ടും. അങ്ങനെ ആയിക്കോളും. എടി പോത്തെ, എന്നാൽ ഇത് ഇത്തിരി നേരത്തെ പറയാറുന്നില്ലേ? ഇനി എവിടെ പോയൊരു പെണ്ണെ കണ്ടുപിടിക്കുക? അല്ല എന്തിനാ ഇപ്പൊ വേറെ പെണ്ണെ തെരഞ്ഞു പോകുന്നത്? നമ്മുടെ വേണിയായാലോ സൗന്ദര്യമുണ്ട്, നിന്നെക്കാൾ ഇത്തിരി മൂപ്പും കുറയും, എല്ലാം കൊണ്ടും ചേരും. എന്താ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനത്രയ്ക്ക് പൊട്ടിയെന്നല്ല. വന്ന് കേറിയപ്പോ തൊട്ട് എന്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നുണ്ട്, ഇവിടെ നല്ല നേരത്തല്ലേ പടി ചവിട്ടിയെന്ന്. അതാരാ നിന്റെ ഉള്ളിൽ നിന്ന് പറയണ ആള്? ഞാനറിയാതെ. കളിയാക്കണ്ട. എടി പോത്തെ, പോത്താച്ചിട മോളെ, ഈ കുശുമ്പും കുന്നായ്മയൊക്കെയുള്ള നിന്നെ അല്ലടി മഹിയേട്ടന് ഇഷ്ടം. നിന്നെ മാത്രം അല്ലടി ഇഷ്ടം. തഞ്ചാവൂരിൽ നിന്നും തൂത്തുക്കുടി എന്നൊക്കെ ആരെങ്കിലും വന്നാ അതില്ലാണ്ടാവൂടി. എന്നാലും മഹേട്ടിന് കുട്ടിയോട് ഇച്ചിരി ഇഷ്ടമുണ്ട്. അത് പിന്നെ ഇല്ലാണ്ടിരിക്കോ? അവൾ ആരും ഇല്ലാത്ത കുട്ടിയല്ലേ? അതൊക്കെ ശരിയാ. അതാരും ഇല്ലാത്ത കുട്ടിയാണ്, പാവമൊക്കെ തന്നെയാ. എന്നാലും മഹേട്ടൻ വെള്ളം ചോദിക്കുമ്പോ ആ കുട്ടി എടുത്തു തരുന്നതും മഹേട്ടിന്റെ ഷർട്ട് തേച്ചു തരുന്നതും എനിക്ക് അത്ര പിടിക്കില്ല. അതൊക്കെ ഞാൻ ചെയ്തോളാം. എടി പോത്തെ, പിന്നെയും കുശുമ്പ് കുശുമ്പ്. വാ